സംസ്ഥാനത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി എ ജയതിലക് മന്ത്രിസഭാ യോഗത്തിലാണ് ശാരദാ മുരളീധരൻ്റെ പിൻഗാമിയായി ജയതിലകിനെ തിരഞ്ഞെടുത്തത്. നിലവിൽ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ടിൻഡു ദാസ് ചേരുന്നു. വിവരങ്ങളുമായി ടിൻഡു, ഏറെക്കുറെ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു നേരത്തെ തന്നെ. ഇപ്പോഴിതാ അടുത്ത ചീഫ് സെക്രട്ടറിയായി ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ ടിൻഡു? അനിൽ നമ്പ്യാർ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ശാരദാ മുരളീധരൻ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് 2026 ജൂൺ വരെ കാലാവധി വെച്ചുകൊണ്ട് എ ജയതിലകിനെ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 1991 ബാച്ച് ഉദ്യോഗസ്ഥനും അതോടൊപ്പം തന്നെ നിലവിൽ ധനവകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമാണ് ജയതിലക്. കേരള കേഡറിൽ തന്നെയായിരുന്ന IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള മുതിർന്ന IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള മനോജ് ജോഷി ഡെപ്യൂട്ടേഷനിൽ ഇപ്പോൾ ഡൽഹിയിലാണ്. തിരിഞ്ഞ് സംസ്ഥാനത്തേക്ക് മടങ്ങി വരാനുള്ള ഒരു വിസമ്മതം അറിയിച്ചതോടെയാണ് ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് എ ജയതിലക് എത്തുന്നത്. IAS തലപ്പത്തെ പോര് രൂക്ഷമാകുന്നതിനിടയിലാണ് ജയതിലകിനെ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. N പ്രശാന്തുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു തർക്കവും അതോടൊപ്പം തന്നെ ജയതിലകിനെതിരെ വലിയ രീതിയിലുള്ള ഗുരുതര ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പ്രശാന്ത് ഇപ്പോൾ സർവീസിന് പുറത്ത് സസ്പെൻഷനായി നിൽക്കുന്ന ഒരു കാലാവധിയിലും കൊണ്ടാണ് ജയതിലക് വീണ്ടും ഇത്തരത്തിൽ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത് വരുന്നത് IAS തലപ്പത്തെ പോര് രൂക്ഷമാകാനും അതോടൊപ്പം തന്നെ ഹിയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിലൊരു വലിയ രീതിയിൽ പ്രതിസന്ധിയാകാനൊക്കെ സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും ധനവകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയായിട്ടുള്ള എ ജയതിലക് ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് ഏത് രീതിയിലാണ് IAS തലപ്പത്തെ രൂക്ഷമായിട്ടുള്ള പോര് എങ്ങനെ തുടരുമെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഈ മാസം 30-ാം തീയതി വിരമിക്കും. ഈ വിരമിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി എ ജയതിലക് മന്ത്രിസഭാ യോഗത്തിലാണ് ശാരദാ മുരളീധരൻ്റെ പിൻഗാമിയെ തെരഞ്ഞെടുത്തത്. ടിൻഡു ആണ് വിവരങ്ങൾ നൽകിയത്.